ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഇടതു പാർട്ടികൾ എന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഓർക്കണമെന്നും അദ്ദേഹം ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുതെന്നും CPI രാജ്യസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ MP. ഇടത് BJP ഡീൽ എന്നത് രാഹുലിന്റെ വാചകമടി മാത്രമാണെന്നും കേരളത്തിൽ വരുമ്പോൾ രാഹുലിന് പ്രത്യേക സിൻഡ്രോം ആണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കാലത്തും BJPയുടെ പിന്തുണ നേടി വിജയിക്കുന്നയാളാണ് രമേശ് ചെന്നിത്തലയെന്നും ഇത്തവണ അദ്ദേഹത്തിന്റെ നിലയും പരുങ്ങലിലാണെന്നും സന്തോഷ് കുമാർ കൂട്ടിച്ചേർത്തു. CPI സംസ്ഥാന കൌൺസിൽ അംഗം CP ഷൈജനും പങ്കെടുത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് C. സുനിൽകുമാർ പരിപാടിയിൽ അധ്യക്ഷനായി. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് വർഗീയ ശക്തികളുമായി ചങ്ങാത്തുള്ള ഒരു പാർട്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇരിക്കുന്ന കൊമ്പ് മുറിക്കലല്ലേ? ദേശീയ രാഷ്ട്രീയത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ നമ്മൾ ഓരോ സംസ്ഥാനത്തിന്റെയും കൂടെ താല്പര്യങ്ങൾ പരിഗണിച്ചുള്ള മുന്നണിയാണ്. പക്ഷെ എന്നാലും ഒരു തലമുറ നിർണ്ണയിക്കാൻ പാടില്ലല്ലോ. മര്യാദഘട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഈ യോഗത്തിന് പോയിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം ഈ സഖ്യത്തിന്റെ ആളുകളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതിന് എന്ത് യോഗ്യതയാണുള്ളത്? അല്ലെങ്കിൽ ഞങ്ങളെ ആ സഖ്യത്തിന്റെ ഭാഗമാക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? അപ്പൊ അതുകൊണ്ട് വളരെ ബാലിശമായിരിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് ഈ ആളുകളെ ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് എന്ന് മാത്രമേ പറയാൻ. പിന്നെ വലിയ ധാർമ്മിക പ്രശ്നം ഇവിടെ നടത്തുകയാണ് ഇപ്പോൾ. ഇപ്പൊ ന്യൂഡൽഹിയിലെ ഈ നോർത്ത് അവന്യൂ പോലീസ് സ്റ്റേഷനിൽ ഈ വർഷം 11ാം നമ്പറായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ FIR നമ്പർ 0011/2026 ആണ്. അത് ഭാരതീയ ന്യായ സംഹിതയുടെ ചില വകുപ്പുകൾ 300 ഞാൻ ആ സെക്ഷന്റെ പേര് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്താണെന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയതിനെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെ സ്റ്റാഫ്, KC വേണുഗോപാലിന്റെ സ്റ്റാഫ്, കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്റ്റാഫ്, ഇത്രയും പേര് അതിനകത്തുണ്ട്. ബാക്കി പേര് കൃത്യമായിട്ട് വെളിവായിട്ടില്ല. ഇത്രയും ആളുകളുടെ പേരിൽ ഇപ്പോൾ ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു പ്രമുഖ കോൺഗ്രസ് പ്രവർത്തകൻ ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിന്റെ മുൻ ജനറൽ സെക്രട്ടറി കൊടുത്ത കേസാണ്. ഞാനത് പറയുന്നത് അതാണ് കോൺഗ്രസിനകത്തിന്റെ സ്ഥിതി. സ്വന്തം പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി കാശ് കൊടുത്ത് അവസാനം വഞ്ചിച്ചു എന്നതാണ് പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവർ വന്നിട്ടാണ് ഈ 1.5 മണിക്കൂർ നീളമുള്ള ധാർമ്മിക പ്രസംഗം നടത്തുന്നത്. ഒരു ആഭ്യന്തര അന്വേഷണം നടത്താനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. AICC സംഘടനാ സെക്രട്ടറിയും ലോക്സഭാ ചീഫ് വിപ്പും ഒക്കെയാണ് ഇതിന്റെ പുറകിൽ എന്ന് പരസ്യമായിട്ട് ആരോപണം ഉന്നയിച്ചു. ബാങ്ക് അക്കൗണ്ട് സഹിതം ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ പ്രൂഫാണ്. ഇന്ന ദിവസം ഇത്ര പണം കൊടുത്തു, ട്രാൻസാക്ഷൻ, പണം അല്ലാണ്ട് നേരിട്ട് ക്യാഷ് കൊടുത്തതിനുള്ള വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ പുറത്തു വിട്ടു. ആ കേസ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വലിയ പ്രസംഗം നടത്തുന്ന ആളുകൾ സ്വന്തം ക്യാമ്പ് കരറ്റിയ എന്നുള്ളതാണ്. എന്നിട്ടാണ് അവർ ഇവിടെ കണ്ണൂരൊക്കെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുന്നത്. വരും ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ച കൂടുതൽ രേഖകൾ പുറത്തുവിടുന്നതാണ് ആ പരാതിക്കാരൻ തന്നെ പറഞ്ഞിരിക്കുന്നത്.